Hi everyone, welcome to Trips and Treats. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഷാർജയിലുള്ള സഫാരി മാളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സഫാരി മാളിൽ ചെറിയ എന്തോ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ ബാക്കി വിശേഷങ്ങൾ നമ്മളവിടെ പോയിട്ട് കണ്ടാലോ. അങ്ങനെ നമ്മൾ സഫാരി മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ടൊന്നും പോയില്ല കേട്ടോ, കാരണം അവിടെയൊക്കെ നല്ല റഷ് ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നതും സൂപ്പർ മാർക്കറ്റിൽ പോകാനൊന്നല്ലായിരുന്നു. ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പൺ പ്ലാന്റ് സെയിലും പെറ്റ് സെയിലും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാനും കൂടി വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങോട്ട് വന്നത്. എന്താണ് ഈ സെയിൽ ഓപ്പൺ ആയതെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ പ്ലാന്റ് കളക്ഷൻസൊക്കെ കുറവായിരുന്നു. ഒരുപാടൊക്കെ ഓൾറെഡി അവർ സെയിൽ ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. നല്ല ഭംഗിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ഇതുപോലൊരു ഓപ്പൺ ഹാളിലായിരുന്നു സെയിൽ നടന്നുകൊണ്ടിരുന്നത്. സാധാരണ നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ അങ്ങനെ ഒരു പെറ്റ്സിനോ അല്ലെങ്കിൽ പ്ലാന്റ്സിനായിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടാവാന്നല്ലാതെ ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്പൺ സെയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഇൻഡോർ പ്ലാന്റ്സ് തന്നെയായിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നത്. നല്ല ഓഫറിൽ കിട്ടിയെന്ന് പറയുന്നത് 2 ചെടികളാണ് കേട്ടോ. ഒന്ന് കറി ലീവ്സിൻ്റെയും പിന്നെ തുളസിയും. അതിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു, എല്ലാവരും മേടിക്കുന്നുണ്ടായിരുന്നു. അലോവേരക്കും ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ അടുത്തുള്ളതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല. അപ്പോൾ പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ പെറ്റ് ബേർഡ്സ് ഉണ്ടായിരുന്നു, ഫിഷസ്, അക്വേറിയം, പിന്നെ അവരുടെ എല്ലാം ഫുഡ്, പിന്നെ അതുപോലെ ചെടികളെല്ലാം വെക്കുന്ന പല വെറൈറ്റീസിലുള്ള പോട്ട്സ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ്, സീഡ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മക്കളവിടെ പെറ്റ്സിനെ കണ്ടപ്പോൾ തിരിച്ചു വരുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ കുറേ നേരം നോക്കി നിന്നു. ഇതുപോലത്തെ 2 കിളികൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ചത്തുപോയപ്പോൾ മറ്റേതിനെ തിരിച്ച് ഷോപ്പിൽ കൊടുക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ മോൻക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കണ്ടപ്പോൾ മൂപ്പർക്ക് മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ചെറിയ പോട്ടിലുള്ള പ്ലാന്റിനൊക്കെ 2 dirhams ഉള്ളൂ.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെറൈറ്റീസ് ഓഫ് ഇൻഡോർ ഔട്ട്ഡോർ പോട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഗാർഡന് സെറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ടോ ഞാൻ ഈ ഒരു ടൈപ്പ് ബാംബു പ്ലാന്റ് നോക്കുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് ഞാൻ 2 പീസ് എടുത്തിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഇതിലേതാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയോ ഇതെങ്ങനെയാണ് പ്ലാന്റ് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. സ്നേക്ക് പ്ലാന്റിന് നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പോത്തോസ് ഫാമിലി മണി പ്ലാന്റിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ മലയാളികൾക്ക് കുറച്ച് പച്ചപ്പ് എവിടെയെങ്കിലും കണ്ടാൽ ഇങ്ങനെ നോക്കി നിൽക്കും, അവിടുന്ന് പോരാനേ തോന്നില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലത്ത് നമുക്ക് പോരാനേ തോന്നില്ല, അത്രയും നല്ല ഭംഗിയാണ്. വില്ലയിലോ അല്ലെങ്കിൽ വലിയ ബാൽക്കണി സ്പേസിലോ ഉള്ളവർക്ക് ഒരുപാട് ഔട്ട്ഡോർ പ്ലാന്റ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു അവർക്ക്. എനിക്ക് തോന്നുന്നു മുല്ലച്ചെടിക്കൊക്കെ ഏതാണ്ട് 12 ദിറംസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ചെടി ഉണ്ടല്ലോ അതിനൊക്കെ 10 ദിറംസിന് നല്ല വലിയ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഒരു ഹാളിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് തന്നെ ബുക്ക് ഫെയറും നടക്കുന്നുണ്ടായി. കുട്ടികൾക്ക് ഇഷ്ടാവുന്ന സ്റ്റോറി ബുക്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ജിത്തുവിൻ്റെ ഫേവറേറ്റ് സീരീസാണ് കേട്ടോ ഡയറി ഓഫ് വിംബിക്കിഡ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർ അവിടെ തന്നെ നിൽക്കും. കൈ കിട്ടിയപ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് വായിക്കും എന്നുള്ളൊരു ടെൻഡൻസിയാണ്. അപ്പോൾ ഇപ്പോൾ എക്സാം നടക്കുന്നതുകൊണ്ട് ബുക്സൊന്നും മേടിച്ചില്ല. ഇവിടെ 2-4 സീരീസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് റീഡിംഗ് ഒക്കെ നടക്കുന്നത്. പിന്നെ സഫാരി മാളിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് കേട്ടോ ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ ഇത് അറിയാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള ഒരു ചായക്കട ഒരു തീമിലാണ് കേട്ടോ അവരിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല നാടൻ പലഹാരവും ചായയും നല്ല ചായക്കടയും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും മേടിക്കാതെ പോവില്ല കേട്ടോ. ഈ ഒരു ആംബിയൻസും പിന്നെ ഫുഡാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. നമ്മൾ ചായയും സ്നാക്സും പാർസൽ മേടിച്ചിട്ട് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ഇരുന്ന് കൈയൊന്നും നന്നായി കഴുകാതെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അത് കാരണം നമ്മൾ പാർസൽ മേടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ സഫാരി മാളിലെ വിശേഷങ്ങളും ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് അതിൽ ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.